ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് നവംബർ മാസത്തെ വ്ളോഗൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഗാരേജിലേക്ക് ഇതേ മോർണിംഗ് ആണ് പോകാൻ പോണ്. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോ എന്തായാലും ഇടണം. നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയും കുറച്ച് നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എർട്ടിക ഇഞ്ചക്ടറിന് ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. അഴിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡീസൽ വണ്ടിയാണ്, അപ്പോൾ ഇഞ്ചക്ടർ അഴിച്ച് പോരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വെൽഡ് ചെയ്തിട്ടാണ് ഇഞ്ചക്ടർ വർക്ക് ചെയ്യണവർ ഇഞ്ചക്ടർ അയച്ചത്. വെൽഡ് ചെയ്തിട്ട് അയച്ച സമയത്ത് വെൽഡ് ചെയ്യണ സമയത്ത് ഉണ്ടാവുന്ന എമിരി എഞ്ചിൻ്റെ ആ ഹോളിൽ കൂടെ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവരെ ശ്രദ്ധിച്ചില്ല. വെൽഡ് ചെയ്ത് ഇഞ്ചക്ടർ അയച്ചു. ഇഞ്ചക്ടർ വേറെ പർച്ചേസ് ചെയ്ത് അത് സർവീസ് ചെയ്ത് ഫിറ്റ് ചെയ്ത സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിനൊക്കെ സ്റ്റാർട്ടായി, ചെറിയ സ്മോക്കും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെയാണ് മനസ്സിലായ ഇഞ്ചക്ടറിൻ്റെ ഉള്ളിൽ എമിരി ഉണ്ടായിരുന്നു എന്ന്, സിലിണ്ടറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് തന്നെ എഞ്ചിൻ വർക്ക് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പോൾ വണ്ടി അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പണിയൊക്കെ ക്ലിയർ ചെയ്ത് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി വ്ളോഗൊക്കെ തുടങ്ങാമെന്നാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ വണ്ടിയുമ്പോൾ നമ്മുടെ ഗാരേജിൻ്റെ അകത്താണ് വണ്ടി ഇട്ടുണ്ടായിരുന്നത്. ഗാരേജിൻ്റെ അകത്ത് വണ്ടി ഇടുമ്പോൾ അവിടെ പ്രൈമറിയും കാര്യങ്ങളെല്ലാം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി മൊത്തത്തിൽ ഇപ്പോൾ പ്രൈമർ പിടിച്ചിരിക്കുന്നുണ്ട്. റഫായിട്ട് നിൽക്കണം. ബോഡി കട്ട് ചെയ്ത് പോളിഷ് ചെയ്യണം. അതിൻ്റെ സമയം കിട്ടിയിട്ടില്ല, കാരണം വർക്കിലോടുള്ള കാരണം അതിൻ്റെ തിരക്കുകളിൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ വണ്ടികളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ റഫ്നെസ് ഉണ്ട് ബോഡിയുമോ, അതൊന്ന് ക്ലിയർ ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്ന മാളയിലെ ഗാരേജിലാണ് കേട്ടോ. മാള ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പുത്തഞ്ചിറ മങ്കിടി ഭാഗത്താണ് നമ്മുടെ മാളയിലുള്ള ഗാരേജ് വരുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഓരോ പണിയിലൊക്കെയാണ് കേട്ടോ. വളരെ ഗാരേജിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈറ്റ് ഇന്നോവ, പുറത്തൊരു വണ്ടി കട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്ലോറൊക്കെ ശരിയാക്കുന്നുണ്ട്. വണ്ടി ഡെലിവറി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കുകളുണ്ട്. ഇത് അടിച്ചിരിക്കുന്നത് അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്നുള്ള കളർ അടിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ക്രിസ്റ്റയുടെ കളറില്ലേ, ആ കളർ അടിച്ചിട്ട് വണ്ടി വീൽ പുറത്ത് ഇട്ടിരിക്കുകയാണ്. പോളിഷിങ് ബഫിങ് കഴിഞ്ഞിട്ടുണ്ട്. പാച്ച് ഇട്ടിട്ടില്ല. ബഫിങ് കാര്യമെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചോട്ടെ ഈ കളറിനെ പറ്റിയിട്ട്. ക്രിസ്റ്റയുടെ കളറാണിത്. ക്രിസ്റ്റയ്ക്ക് തന്നെ കളർ അടിച്ചിരിക്കുന്നത്. പണികളുണ്ട്. അകത്ത് സീറ്റ് വർക്കൊക്കെ ഉണ്ട്. വണ്ടി ലോക്കാണ്. സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബ്ലാക്ക് കളറിലുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണി അവിടെ നടക്കുന്നു. ചിലപ്പോൾ എനിക്ക് അലോയ് വീല് പെയിൻറ്റിങ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. കളറിൻ്റെ അഭിപ്രായം അറിയിച്ചേക്ക്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഡെലിവറി സ്ഥലം അടിപൊളിയായിട്ട് എടുക്കണം. സൈഡിലെ കച്ചറൊക്കെ മാറ്റാൻ പറയണം അവരോട്. വണ്ടി നയിക്കാൻ പോണ വണ്ടിയാണ് കേട്ടോ. ഒരു വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ സീറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈപ്പൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു ലുക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം ബൂത്തിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിന് വേണ്ടി വണ്ടി വർക്കിന് വേണ്ടി കയറി, എന്നിട്ട് പോലും പെയിൻറ്റ് കൺഫർമേഷൻ കസ്റ്റമറിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനോട് പറയാണ്, നിങ്ങൾ കളർ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കൺഫേം ചെയ്യുക. പ്രൈമർ അടിച്ചിട്ടാണ് ഞങ്ങൾ വിളിച്ചു ചോദിക്കേണ്ടത് കൺഫർമേഷന്. അപ്പോൾ അത്രയും ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ള വണ്ടികളും പെൻഡിങ് കാര്യങ്ങളും വരെ. ഈ വണ്ടി മാത്രമല്ല, ബാക്കിയുള്ള വണ്ടികളും നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും പെൻഡിങ് വരും. അപ്പോൾ കളർ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്രിസ്റ്റത് മാസ്കിങ് കാര്യമെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങിന് വേണ്ടി റെഡിയായി നിൽക്കുന്നു കേട്ടോ. പക്ഷേ കളർ കൺഫർമേഷന് ഒരു ഡിലേ വരുന്ന കാരണമാണ് ഇങ്ങനെ വന്നത്. ഇനിയിപ്പോൾ ഇന്നും കൺഫേം ആക്കിയില്ലെങ്കിൽ വണ്ടി ഇറക്കിയിട്ടിട്ട് അടുത്ത വണ്ടി കയറേണ്ടി വരും. ചില സമയത്ത് ചില സാധനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയും, ഇപ്പോൾ ചൈന പ്രോഡക്റ്റുകളിൽ ബമ്പറിൻ്റെ റിഫ്ലക്ടർ, ടെയിലൈറ്റ് കാര്യങ്ങളെല്ലാം പല മോഡലാണ് പല സമയത്തും വരാം. ഇപ്പം നിലവിൽ സ്ഥിരമായിട്ട് പോണ മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡൽ അല്ലാണ്ട് സ്മോക്കർ ടൈപ്പ് വരുന്നുണ്ട്, അതേപോലെ വേറെ എൽ ടൈപ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ള മോഡൽസുകളുണ്ട്. പക്ഷേ എല്ലാ സമയത്തും അത് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല മാർക്കറ്റിൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്മോക്കർ ടൈപ്പ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ 2 ആഴ്ച എന്തായാലും സമയം വരുമെന്നാണ് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വീണ്ടും വരണമെങ്കിൽ. അപ്പോൾ കസ്റ്റമർ ഞാൻ പറഞ്ഞു സമയം എടുക്കും, നിലവിൽ ഇപ്പോൾ അത് സ്റ്റോക്കില്ല,
പക്ഷെ കസ്റ്റമർ പറയണത് നിർബന്ധമായി എനിക്ക് ആ സാധനം വെച്ച് തരണം, എന്നാലും ഞാൻ വണ്ടി എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഒരു തെറ്റല്ല ഇത്. നമുക്ക് സാധനം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ മുരിയാടുള്ള ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള നമ്മളുടെ ഓഫീസാണ് കേട്ടത്. ഏതാണ് പ്ലേ ബട്ടൺ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതെ നമ്മുടെ കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ടുള്ള വണ്ടികളാണ്, ഇവിടുന്ന് പോയിട്ടുള്ള മാത്രം വണ്ടികളാണ് ഇത് കാണുന്നതൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഫീസ് സെറ്റപ്പെട്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളർ ഇന്നോവ നാളെ ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് വരുന്നതാണ്, പക്ഷെ ഇന്ന് വരാൻ വഴിയില്ല, വർക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നാളെ മോർണിംഗ് ഒക്കെ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് ആ വണ്ടി ഡെലിവറിയുടെ പരിപാടി ആദ്യം നോക്കണം. നാളെ നമ്മുടെ ഡെലിവറി ചെയ്യാൻ പോണ വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് 3 മോഡൽ വണ്ടിയാണ്. ഇപ്പുറത്തേക്ക് ഇടാം. ടൈപ്പ് 3 വണ്ടീനെ 4ലേക്ക് കൺവേർട്ട് ചെയ്തു. ഹെഡ് കാര്യങ്ങളെല്ലാം പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. സീറ്റ് വർക്ക് പെൻഡിങ് ഉണ്ട്. സീറ്റ് വർക്ക് അകത്ത് ഒരു സാധനമില്ല, സീറ്റ് വന്നിട്ടില്ല. അപ്പോൾ സീറ്റ് ബാലൻസ് വർക്ക് ഉണ്ട്, ബാലൻസ്. അപ്പോൾ വണ്ടി അപ്പുറത്തേക്ക് ഇടാം, സീറ്റ് വന്നിട്ട് സീറ്റ് സെറ്റ് ചെയ്യാം, ഡെലിവറി ചെയ്യാം. എടാ എൻ്റെ ബാറ്ററി ചാർജ് ഉണ്ടോ എന്ന് നോക്കിക്കോട്ടാ. ഇല്ല, അപ്പം അത് ചാർജ് ചെയ്യണം. ഒരു നോർമൽ ആക്സിഡൻ്റ് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഗ്യാരേജിലേക്ക് വന്ന വണ്ടിയാണ്. വണ്ടി കാണുമ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് രീതിയായിരുന്നു. പക്ഷെ വണ്ടി അയച്ചു നോക്കിയപ്പോൾ അപ്രോൺ ബെൻഡ് ഉണ്ടായിരുന്നു. അപ്രോൺ ഇവിടെ ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ലെവലിങ് കാര്യങ്ങളൊക്കെ ചെയ്തു, മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്തു. അപ്രോൺ ബെൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് ഫുള്ളായിട്ട് ഔട്ടാവും. അപ്പോൾ ഈ സൈഡിലാണ് ബെൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അത് ക്ലിയർ ചെയ്തെടുത്തു കേട്ടോ. അപ്രോൺ ഫുള്ളായിട്ട് ഈ ഒരു സൈഡായിരുന്നു ബെൻഡ്, മൊത്തം ലെവലിൽ വലിച്ച് ക്ലിയർ ചെയ്ത്. വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഇമ്പാക്റ്റ് ബമ്പറും വരും. ബമ്പർ താങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നേരെ ഫ്രെയിമേക്കാണ് വരാം. ഈ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ചേസിൻ്റെ സപ്പോർട്ടിലേക്ക് വരും. ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ ഇടി വന്നിരിക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് ഇടിച്ച് ഇതിനെ ബെൻഡാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇടി വന്നു. പക്ഷെ മുകൾ ഭാഗം കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വണ്ടിയുടെ മുകൾ വശം ചിലപ്പോൾ ആദ്യം ഫ്രെയിമിൽ വന്ന് കുത്തിന്ന് വരാം. അപ്പോൾ ഫ്രെയിമിലേക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു കുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ അപ്രോൺ, ഈ ഒരു ഫ്രെയിം, ഈ അപ്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം ബെൻഡ് വരും. അങ്ങനെ ഈ ഒരു ഭാഗം ഇവിടെ കുത്തൽ വന്ന കാരണം ഇവിടെ ഇമ്പാക്റ്റ് വന്നു, ഇവിടെ ഇമ്പാക്റ്റ് വന്നു. ഈ ഭാഗത്ത് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇവിടെ തട്ടി നിന്നെങ്കിൽ കുഴപ്പമുണ്ടായില്ലായിരുന്നു. ഇതിലേക്കും കൂടി വന്നപ്പോൾ നേരെ ബെൻഡായി. അതേപോലെ അപ്രോണും ബെൻഡായി. അതിപ്പോൾ വലിച്ച് നമ്മൾ ചെയിൻ ബ്ലോക്ക് ഇട്ട് വലിച്ച് നിർത്തി ക്ലിയർ ചെയ്തെടുത്തു. മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അപ്പോൾ സ്റ്റെപ്പായിട്ടാണ് ഇടി വരാം. ആദ്യം ഇതുമ്മ കിട്ടിയില്ലെങ്കിൽ നേരെ അതുമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഇമ്പാക്റ്റ് ഇതിന് വന്നിട്ടാ തിക്നെസ് കുറവാണ്, ഇടി വലുതായിരിക്കും, ബെൻഡ് കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു ബെൻഡ് ഇതിലേക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ബോഡിയുടെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. ഈ ഒരു ബെൻഡ് വരുമ്പോൾ ഇതിനെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ഡിസൈനിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഇടി മടങ്ങി വരുള്ളൂ. ഇവിടേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. അത്ര വലിയ ഇമ്പാക്റ്റ് ആകുമ്പോഴാണ് ഉള്ളിലേക്കൊക്കെ കയറേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ചേസിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഇമ്പാക്റ്റിനെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഉള്ളിലേക്ക് ആ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത് കൊടുത്തതാണ്. ഇതുമേക്കുള്ള വലിയ ഇടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുരുങ്ങി കയറിപ്പോവുക ചെയ്യാം. അതേപോലെ തന്നെ ചേസിൻ്റെ ഈ ഭാഗത്ത് കാണാം നിങ്ങൾക്കിത് ഇവിടെ വരണം. ഇതിനിങ്ങനെ മാക്സിമം ചുരുട്ടി എടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തമിഴ്നാട്ടിൽ നമ്മളെ ഗ്യാരേജിലേക്ക് വന്ന ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി ഇന്ന് അയക്കാൻ പോവാണ്, ഫുള്ളായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2008 മോഡൽ വണ്ടിയാണ് കേട്ടോ. വണ്ടി പക്ക നീറ്റാണ്, റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ ഗ്യാരേജിലേക്ക് വന്നതാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ വർക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടി ബൂത്തിൽ പറഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തത്
അത് കഴിഞ്ഞാൽ അടുത്തത് അത്. അങ്ങനെ ഒരു ഓർഡറിൽ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്യാരേജ്. മേജറായിട്ട് പാച്ചൊക്കെ ഉള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി റണ്ണിങ് ബോർഡും കാര്യങ്ങളും മാറ്റാന്നുള്ള രീതിയിലാണ് നമ്മൾ റണ്ണിങ് ബോർഡ് അയച്ചത്. റണ്ണിങ് ബോർഡ് അയച്ചപ്പോൾ റണ്ണിങ് ബോർഡിൻ്റെ ഇന്നർ ഫ്രെയിം ഉണ്ടായേ ഇല്ല, അതായത് ഇന്നറിലെ ഫ്രെയിം ഇല്ല. അപ്പോൾ ആ ഒരു ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നറിലുള്ള ബാക്കിയുള്ള വശങ്ങളിലും പാച്ച് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇന്നറിൽ തുരുമ്പ് വരാണ്ടിരിക്കാനുള്ള എപ്പോക്സി കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിം എങ്ങനെയായിരുന്നുള്ളത് ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. ഈ ഒരു ഫ്രെയിം വേണ്ട, ഇതേപോലെ ഒരു ഫ്രെയിം നമ്മൾ ആ ഒരു സെയിം മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇതുമ്പോൾ ടാക്ക് ചെയ്ത് പിടിപ്പിക്കും. അതിന് ശേഷമാണ് നമ്മൾ റണ്ണിങ് ബോർഡ്, പുതിയ റണ്ണിങ് ബോർഡ് വന്നിട്ടുണ്ട്, റണ്ണിങ് ബോർഡ് കയറ്റും. അപ്പോൾ ആ വണ്ടിയുടെ സ്ട്രെങ്ത്ത് കറക്റ്റാവും. രണ്ട് സൈഡും റണ്ണിങ് ബോർഡൊന്നും ഉണ്ടായില്ല, ഫ്രെയിമും ഉണ്ടായില്ല. ആ ഒരു ഭാഗം പൊഞ്ഞി ഈ രണ്ട് സെറ്റിങ് കഴിയുന്നതോടുകൂടി ക്ലിയർ ആവട്ടാ. ബൂത്തിലൊരു വണ്ടിയുടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. വൈറ്റ് കളർ അടിക്കണേ, പേൾ വൈറ്റ്, നോർമൽ പേൾ വൈറ്റ് അടിക്കണത് കേട്ടോ.